ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസപ്പ്. അപ്പോൾ നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗ് എത്തിക്സിൻ്റെ ഡേ 6 ആണിന്ന്. ഡേ 6 നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം: ദ കറണ്ട് ഇൻ്റർനെറ്റ് എക്സ്പാൻഷൻ ഹാസ് ഇൻസ്റ്റിൽഡ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കൾച്ചറൽ വാല്യൂസ് വിച്ച് ആർ ഓഫൺ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ട്രഡീഷണൽ വാല്യൂസ്. ഡിസ്കസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ ഡിജിറ്റൽ ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഏജിൽ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡേൺ വാല്യൂസും അതുപോലെ തന്നെ ട്രഡീഷണൽ വാല്യൂസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്കസ് ആണ് കീവേഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ മോഡൽ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് തന്നെ ഈ ഒരു കറണ്ട് ഇൻ്റർനെറ്റ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മോഡേൺ വാല്യൂസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനൊപ്പം തന്നെ അതിന് പഴയ കൾച്ചറൽ ട്രഡീഷണൽ വാല്യൂസുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ചില ഒരു എക്സെപ്ഷണൽ കേസ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പല ട്രഡീഷണൽ വാല്യൂസിനെയും ഇത് അപ്ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് എടുത്തു പറയുക അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിനെ ഈ ഒരു രീതിയിൽ മോഡൽ ചെയ്ത് എഴുതുമ്പം നിങ്ങൾക്ക് പോയിൻ്റായിട്ട് എഴുതാം അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് എഴുതാം. പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ പാരഗ്രാഫായിട്ട് അതിനകത്ത് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സും അതിൻ്റെ ഒപ്പം തന്നെ എക്സാമ്പിൾസും മിക്സ് ചെയ്തിട്ട് വേണം പാരഗ്രാഫ് രീതിയിൽ എഴുതാൻ. പോയിൻറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് വൈസ് കൊണ്ടുവന്നതിൻ്റെ ശേഷം അതിലേക്ക് എക്സാമ്പിൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനീഷ്യലി ഇതൊരു ഡിലമ്മയാണ്, ബേസിക്കലി ഒരു എത്തിക്കൽ ഡിലമ്മയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അതിനെ ഒന്ന് ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദ ക്ലാഷ് ബിറ്റ്വീൻ ഇൻ്റർനെറ്റ് ഡ്രിവൺ വാല്യൂസ് ആൻഡ് ട്രഡീഷണൽ നോംസസ് ലൈക്ക് റിവർ മീറ്റിംഗ് സീ, സ്റ്റഡി കറൻസ് ഓഫ് ലോങ് ഹോൾഡ് ബിലീഫ് കൊളൈഡിങ് വിത്ത് റെസ്റ്റ്ലെസ് ടൈഡ്സ് ഓഫ് ഡിജിറ്റൽ ഏജ്. അപ്പോൾ അതിനൊരു മെറ്റഫോറിക്കൽ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ റിവർ മീറ്റിംഗ് സീ എന്ന് പറയുമ്പോൾ റിവർ ആക്ച്വലി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. ദാറ്റ് റെപ്രസെൻറ്റ് ചേഞ്ച്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മോഡേൺ വാല്യൂസിനെയാണ് റിവർ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓഷ്യൻ കറൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റഡി കറൻസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ട്രഡീഷണൽ വാല്യൂസ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മോഡേൺ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ റിവർ മീറ്റിംഗ് സീ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഫെർട്ടൈൽ ഗ്രൗണ്ട്സും ഉണ്ടാവും, അതുപോലെ തന്നെ ടെർബുലൻറ്റ് വേവ്സും ഉണ്ടാവും. അതായത് ഇഷ്യൂസും ഉണ്ടാവും, പക്ഷേ അവിടെ ബെറ്റർ ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടാവും. അപ്പം അവിടെ ഇന്നൊവേഷൻ, അതുപോലെ തന്നെ ഡീപ്പനിങ് ഓഫ് ബോൺസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇതിനെ രണ്ടിൻ്റെയും ആസ്പെക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഫ്ലിക്റ്റിലേക്ക് വരുമ്പം കോൺഫ്ലിക്റ്റ് വിത്ത് ട്രഡീഷണൽ വാല്യൂസ് ന്യൂ കൾച്ചറൽ പാരഡൈമിൽ വരുമ്പോൾ ഒന്നാമതായിട്ട് ഇൻ്റർ ജനറേഷണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് കാരണമോ അല്ലെങ്കിൽ ജനറേഷൻ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളും നമുക്ക് ഇതിൽ മാറ്റം കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇൻ്റർ ജനറേഷണൽ വാല്യൂസിൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നമ്മൾ പല അതോറിറ്റീസിനെ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഒരുപക്ഷെ കാണാൻ വേണ്ടി പറ്റും. പ്രായമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പുതിയ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കൊക്കെ ആയിട്ട് ഈ ഒരു വാല്യൂ കോൺഫ്ലിക്റ്റ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഹൈപ്പർ ഇൻഡിവിജ്വലിസം ആണ്. പണ്ട് നമ്മൾ ഫാമിലി ആയിരുന്ന സമയത്ത് കുറച്ചുകൂടി കമ്മ്യൂണിറ്റേറിയൻ ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു. അതുപോലെ എല്ലാവരുടെയും ദ ഗുഡ് ഓഫ് ഫാമിലി എന്നുള്ളതായിരുന്നു ആക്ച്വലി ബേസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും ഒരു ഹൈപ്പർ ഇൻഡിവിജ്വലിസം ടെൻഡൻസീസാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. എസ്പെഷ്യലി നമ്മളുടെ സെൽഫ് ഇൻട്രസ്റ്റുകൾ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡിജിറ്റൽ ഏജിലുള്ള വാല്യൂസ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ എക്സസീവ് സ്ക്രീൻ ടൈം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻസ് കുറയുന്നുണ്ട്. സോ ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ആ ഒരു ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈ പറയുന്ന ആളുകൾ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ ചിലവഴിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ കൺസ്യൂമറിസം ആൻഡ് മെറ്റീരിയലിസത്തിൻ്റെ ഗ്രോത്ത് ഡിജിറ്റൽ ഏജിനോട് റിലേറ്റ് ചെയ്തിട്ടാണ്. എക്സസീവ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. എപ്പോഴും നമ്മൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂമറിസ്റ്റിക് ടെൻഡൻസീസ് കൂടുതലായിട്ട് ഇവോൾവ് ആയി വരുന്നതായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ഡിജിറ്റൽ ഏജിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പഴയ പല ട്രഡീഷൻസും, വീട്ടിൽ തന്നെ സാധനങ്ങൾ വളർത്തുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നട്ട് വളർത്തുക അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല ട്രഡീഷൻസും എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വിർച്വൽ വാലിഡേഷൻ, നമ്മളോട് ബാക്കി നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ
ബാക്കിയുള്ളവർ നേരിട്ട് പറയുന്ന റിവ്യൂസിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓൺലൈനിൽ എത്ര ലൈക്ക് കിട്ടി അല്ലെങ്കിൽ എത്ര ഷെയർ കിട്ടി എന്നുള്ളതിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വർത്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിലേക്ക് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിനെയൊക്കെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിമിലർലി റാപ്പിഡ് സ്പ്രെഡ് ഓഫ് മിസ്ഇൻഫർമേഷൻസ് ഇൻ്റർനെറ്റിലൂടെ നടക്കുന്നുണ്ട്. നമുക്ക് അതൊരു ചേഞ്ച് ഇൻ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം മറ്റത് ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പതുക്കെയായിരിക്കും അതിൻ്റെ ഒരു പ്രോഗ്രഷൻ. എന്തെങ്കിലും ഒരു ഗോസിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രോഗ്രഷൻ വളരെ സ്ലോ ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡായിട്ടുള്ള, അതായത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മിസ്ഇൻഫർമേഷനും അതുപോലെ തന്നെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ന്യൂ കൾച്ചറൽ വാല്യൂസ് അപ്ഹെൽഡിങ് ദ ട്രഡീഷണൽ വാല്യൂസ്. അതായത് ഇവിടെ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, പകരം എന്തും കൂടി കാണാൻ പറ്റും. ഇവിടെ ഈ പറയുന്ന വാല്യൂസ് അപ്ഹെൽഡ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾക്ക് വേറെ എഴുതാൻ പറ്റുന്ന പോയിന്റ്, പല ട്രഡീഷണൽ സിസ്റ്റത്തിനെയും ന്യൂ വാല്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ട്രഡീഷണലി നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ കാസ്റ്റിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ ഏജ് വന്ന സമയത്ത് അനോണിമിറ്റി പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഡിജിറ്റൽ അനോണിമിറ്റി ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും കാസ്റ്റിസം പോലെയുള്ളതിന് മാറ്റർ ചെയ്യാതെ കുറച്ചും കൂടി മെറിറ്റ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. രണ്ടാമതായിട്ട് എങ്ങനെയാണ് അപ്ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല ഇന്ത്യൻ ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ റിവൈവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലി കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പലപ്പോഴും ഇപ്പം നമ്മുടെ വീഡിയോ കോൾസ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ പഴയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫാമിലി ടൈസ്, ഇവരുടെ ഗ്യാതറിങ്സ്, ഇതൊക്കെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ പല ട്രഡീഷണൽ വാല്യൂസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഹെൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതുപോലെ തന്നെ പല മാർജിനലൈസ്ഡ്, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് മോഡേൺ വാല്യൂസ് ട്രഡീഷണൽ വാല്യൂസിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. LGBTQ കിട്ടിയ അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ വിമണിന് കിട്ടുന്ന അക്സെപ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവഞ്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സൊസൈറ്റി എപ്പോഴും കറണ്ട് ട്രാൻസിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ഷുഡ് നോട്ട് ബി ചൂസ് ബിറ്റ്വീൻ, അതായത് രണ്ടും തമ്മിൽ ചൂസ് ചെയ്യല്ല, പകരം ഒരു സിന്തസിസ് ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൊണ്ടുവരാം. ആൻഡ് ഡിജിറ്റൽ ഏജിലെ സമയത്തും നമ്മുടെ ഹ്യൂമൻ വാല്യൂസ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, റേഷണൽ തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തായി പോകാൻ പാടില്ല, മിസ്സായി പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ദിസ് ഇസ് അബൌട്ട് ടുഡേ ആൻഡ് താങ്ക് യു.